ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. കാമറൂൺ ഗ്രീനിന് ഒരു വലിയ തുകയാണ് ഇന്നലത്തെ ഓപ്ഷനിൽ ലഭിച്ചിട്ടുള്ളത്. 25 കോടി 20 ലക്ഷം രൂപ നൽകിക്കൊണ്ടാണ് കൊൽക്കത്ത കാമറൂൺ ഗ്രീനിനെ സ്വന്തമാക്കിയത്. അത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ്. കൊൽക്കത്ത തന്നെ അദ്ദേഹത്തെ സ്വന്തമാക്കും എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇവിടെ രസകരമായ ഒരു സംഭവം നടന്നിരുന്നു. അതായത് കാമറൂൺ ഗ്രീനിന് വേണ്ടിയുള്ള ഓപ്പണിംഗ് ബിഡ് നൽകിയത് മറ്റാരുമല്ല, മുംബൈ ഇന്ത്യൻസ് ആണ്. അതായത് മുംബൈ ഇന്ത്യൻസിന്റെ പേഴ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നത് 2.75 കോടി രൂപയായിരുന്നു. ആ സമയത്താണ് 2.40 കോടി രൂപ വരെ അദ്ദേഹത്തിന് മുംബൈ ഇന്ത്യൻസ് ബിഡ് നൽകിയത്. അത് ഏവരിലും ചിരി പടർത്തിയ ഒരു കാര്യമായിരുന്നു. കാരണം ഒരിക്കലും കാമറൂൺ ഗ്രീനിനെ മുംബൈ ഇന്ത്യൻസിന് ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. ചെറിയ പേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ചാടിക്കേറിക്കൊണ്ട് കാമറൂൺ ഗ്രീനിന് വേണ്ടി അവർ ബിഡ് നൽകിയത്. അത് ഏവരിലും ചിരി പടർത്തിയ ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ സമയത്ത് ഗ്രീനിന് വേണ്ടി ബിഡ് നൽകിയത്? കിട്ടില്ല എന്നുറപ്പായിട്ടും എന്തുകൊണ്ട് ബിഡ് നൽകി എന്നുള്ളതിനുള്ള ഒരു വിശദീകരണം മുംബൈ ഇന്ത്യൻസിന്റെ ഉടമസ്ഥനായ ആകാശ് അംബാനി നൽകിയിട്ടുണ്ട്. അതായത് ഗ്രീനിന് തങ്ങൾ ഇപ്പോഴും മൂല്യം കൽപ്പിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതിലൂടെ തങ്ങൾ നടത്തിയത് എന്നാണ് ഇപ്പോൾ ആകാശ് അംബാനി നൽകുന്ന വിശദീകരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ നിങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നു. ഇത് കാമറൂൺ ഗ്രീനിനോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ബിഡ് ചെയ്തത്. ലേലത്തിൽ അദ്ദേഹം ഉണ്ടാകുന്ന സമയത്തെല്ലാം ഞങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കും. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ ഒരു പാഡിൽ ഉയർത്തിയിട്ടുള്ളത്. എപ്പോഴും ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാകും. അദ്ദേഹം നല്ല ഒരു വ്യക്തിയാണ്. ഇതാണ് കാമറൂൺ ഗ്രീനിനെ കുറിച്ച് ആകാശ് അംബാനി പറഞ്ഞിട്ടുള്ളത്. നേരത്തെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് കാമറൂൺ ഗ്രീൻ. 2023 ഓപ്ഷനിൽ 17.5 കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസ് ഇദ്ദേഹത്തെ സ്വന്തമാക്കിയത്. നല്ല രൂപത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 452 റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. ഒരു സെഞ്ചുറിയൊക്കെ അദ്ദേഹം നേടിയിരുന്നു. കുറച്ച് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് മുംബൈ ഇന്ത്യൻസ് ഈ താരത്തെ RCBക്ക് കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.